ഹലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പിടിയുടെ റെസിപ്പി കണ്ടാലോ. ഒരു കപ്പ് പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഒരു 3 ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിപ്പൊടിയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നന്നാവുക കേട്ടോ. ഇതൊന്ന് വാട്ടിയിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബോൾസാക്കി മാറ്റാം. മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മുടെ ബാലൻസുള്ള വെള്ളം കൂടെ പൊടി വയ്ക്കാൻ വേണ്ടി എടുത്ത ബാലൻസുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പിടി ഓരോന്നായി ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. സ്പൂൺ വെച്ച് മെല്ലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് 1ാം പാലാണ് കേട്ടോ. 1ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളക്കാൻ പാടില്ല. അപ്പോൾ അത് പിരിഞ്ഞ് പോയതുപോലെ കാണും. അപ്പോൾ നല്ലപോലെ 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിടിയുടെ കൂടെ കോഴിയാണ് കോമ്പിനേഷൻ. നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഫിഷാണ് കേട്ടോ. ഫിഷിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ ഒരു പിടി കഴിക്കാൻ പോകുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പിടിയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ബായ്.